ഏകദേശം 30 വർഷങ്ങൾക്ക് പിറകിലേക്ക് ഞാൻ എൻ്റെ കോളേജ് ക്യാമ്പസിനെ പലപ്പോഴും ആലോചിക്കാറുണ്ട്. മലയാള സിനിമയിലെയും അതുപോലെ തന്നെ ഹിന്ദി സിനിമയിലെയും ഏറ്റവും നല്ല ഗാനങ്ങൾ അന്നും എന്നും വീണ്ടും വീണ്ടും കേട്ടാലും മതി വരാത്ത ഒരുപാട് സ്വപ്ന സൗന്ദര്യങ്ങളുള്ള ഒരുപാട് ഗാനങ്ങളുടെ ഒരു കാലഘട്ടം. ആ സമയം മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടി PSMO കോളേജിൽ BA എക്കണോമിക്സ് പഠിക്കുന്ന കാലം. അന്നും എക്കണോമിക്സ് പഠിക്കുകയാണെങ്കിലും മനസ്സിൽ ഞാൻ കൊണ്ടുവന്നത് സ്വപ്നം ഉണ്ടായിരുന്നു. IT, കമ്പ്യൂട്ടർ. സത്യത്തിൽ കമ്പ്യൂട്ടർ എന്താണെന്ന് അറിയാത്തൊരു കാലം. എന്നാൽ കോട്ടയ്ക്കൽ ഒരിടത്ത് ഒരു കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നെന്ന് പറഞ്ഞപ്പോൾ കമ്പ്യൂട്ടർ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയൊരു കാലം ഉണ്ടായിരുന്നു. അന്ന് എല്ലാവരും മലയാളത്തിലുള്ള ഇൻഫോകാരൽ വാങ്ങുമ്പോൾ ഞാൻ പോയിട്ട് ഇംഗ്ലീഷിലെ ചിപ്പ് മാഗസിൻ വാങ്ങാറുണ്ടായിരുന്നു. അന്ന് തുടങ്ങിയതായിരുന്നു ഇനിയുള്ള ലോകത്തേക്ക് കമ്പ്യൂട്ടറിൻ്റെ സാധ്യതകളും നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം അത് സ്വാധീനം ചെലുത്താൻ പോകണം എന്നുള്ള ചിന്തയിൽ നിന്ന് പഠിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ സ്വന്തമായിട്ടൊരു കമ്പ്യൂട്ടർ വാങ്ങുകയും ആ കമ്പ്യൂട്ടറുമായിട്ട് ഞാനും എൻ്റെ സുഹൃത്തും എൻ്റെ വീട്ടിലെ ഒരു റൂമിൽ തനിച്ചിരുന്ന് വേർഡും എക്സലും പവർ പോയിൻറ്റും പഠിക്കുന്നതിന് മുമ്പ് ഫോക്സ് പ്രോ പ്രോഗ്രാമിംഗ് തുടങ്ങിയ കാലം. അതിലേക്കാണ് സത്യത്തിൽ എൻ്റെ ചിന്തകൾ പോകുന്നത്. അന്ന് കമ്പ്യൂട്ടർ വളരെ വളരെ അന്യമാണ്. ഒരു പക്ഷേ നമ്മളെ പഞ്ചായത്തിലെടുത്ത് എണ്ണിയാൽ തന്നെ ഒരു 10 കമ്പ്യൂട്ടറുകൾ വ്യക്തികൾക്കുണ്ടായിരുന്നു എന്നറിയാത്തൊരു കാലം. അന്ന് ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു കമ്പ്യൂട്ടർ ഉണ്ടാവുകയും പലരും ആ കമ്പ്യൂട്ടർ കാണാൻ വേണ്ടി നമ്മുടെ അടുത്ത് വരികയും ചെയ്തിരുന്നു. ശേഷം ഗ്രാജുവേഷൻ പഠനം കഴിഞ്ഞു. ഗൾഫിലേക്ക് ഒരു തൊഴിൽ തേടി ഞാനും എത്തി. ഭാഗ്യത്തിന് ഞാൻ ചെന്ന് പെട്ടതൊരു കമ്പ്യൂട്ടർ അസംബ്ലിങ് ചെയ്യുന്ന ഒരു തായ്വാൻ ബേസ്ഡ് കമ്പനിയിലായിരുന്നു. ആ കമ്പനിക്കകത്ത് നിന്ന് ജോലി ചെയ്ത് കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും ഒരു കമ്പ്യൂട്ടർ തുറന്ന് കണ്ട ആളല്ല. ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ടൊരു കമ്പ്യൂട്ടറും അതിനകത്ത് എന്താണെന്നും ഇലക്ട്രോണിക്സുമായിട്ടൊരു ബന്ധമില്ലാത്തൊരു എക്കണോമിക്സ്കാരനാണ് ഞാൻ. ശേഷം എൻ്റെ കയ്യിലെത്തിയ ആദ്യത്തെ കമ്പ്യൂട്ടറിൽ തന്നെ അതിനോടുള്ള എൻ്റെ ക്യൂരിയോസിറ്റി വർദ്ധിക്കുകയും ആ പഠനം മാക്സിമം എളുപ്പമാക്കാൻ ശ്രമിക്കുകയും ചെയ്ത് കഴിയുന്നതെല്ലാം ഇന്ന് നമ്മൾ കാണുന്ന പോലെ വിരലമർത്തുമ്പോഴേക്ക് നമുക്കൊരിക്കലും ഗൂഗിൾ ഇൻഫർമേഷൻ കൊണ്ടുതരുന്ന കാലമല്ലായിരുന്നു. എന്നിട്ടും കുത്തിരുന്ന് പഠിച്ച് കിട്ടിയ ചില അറിവുകൾ വെച്ചിട്ട് തൊഴിലിൽ മുന്നോട്ട് പോകാൻ വേണ്ടി ഞാൻ ശ്രമിച്ചു. അതുപോലെ തന്നെ എൻ്റെ വളർച്ചയ്ക്കും ശ്രമിച്ചു. എനിക്ക് കിട്ടിയ അറിവുകൾ എൻ്റെ ഫ്രണ്ട്സിന് അതല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ കൊടുക്കാനും ശ്രമിച്ചു. അതിൻ്റെ ഭാഗമായി ഒരുപാട് വ്യക്തികളെ സത്യത്തിൽ മെഡിസിനും എൻജിനീയറിംഗൊക്കെ മാറ്റിയിട്ട് ഷോർട്ട് ടൈം കമ്പ്യൂട്ടർ കോഴ്സുകൾ എടുക്കുകയും ഒരു തൊഴിലിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിപ്പെടാൻ സഹായിക്കാനും ചെയ്ത ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് എൻ്റെ കമ്പ്യൂട്ടറിനോടും അതുപോലെ തന്നെയുള്ള IT ഇൻഡസ്ട്രിയോടുള്ള സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും തുടക്കം.